ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ആ വണ്ടി പണിക്കർ ട്രാവൽസിൻ്റെ ബസ് ഹൈവേയിലേക്ക് കയറുമ്പോൾ മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് ക്രൈം അല്ലേ. കണ്ണിന്ന് വെറുതെ വെള്ളം വരിക, അല്ലെങ്കിൽ സങ്കടമാവുക. ആരോ ഒരു വളരെ അടുപ്പുള്ള ഒരാൾ നമ്മളെ വിട്ടുപോയതൊരു ഫീൽ വരും. ഈ മോക്ഷയുടെ യാത്രകൾ തുടങ്ങുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ്. ഇങ്ങനെ കാണുന്ന കാഴ്ചകൾക്ക് അപ്പുറത്തേക്ക് അകത്തേക്ക് കൂടെ കണ്ടിട്ട് ഈ പ്രകൃതി നമ്മളിൽ ഒരുക്കുന്ന ചില വിശേഷമായ അവസ്ഥകളെ നമ്മൾ അകത്തുകൂടി കണക്ട് ചെയ്യിച്ചിട്ട് അത് രണ്ടും ഒന്നാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒന്ന്. അപ്പം നമ്മൾ യാത്രയ്ക്ക് വരുന്നവരോട് ആദ്യമേ പറയും, ഇങ്ങനെ കൃത്യമായിട്ട് ഇന്നതുപോലെ വേണം എന്നൊക്കെ ഉള്ളവർ ഈ യാത്ര ഒഴിവാക്കുക. ഒരു ബസ് കേടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മറ്റെന്തോ പ്ലാൻ ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട്, മറ്റെന്തോ ഒരിടത്ത് തയ്യാറാക്കി വെച്ചിട്ടാണ്. 100 പേരോടെ നിൽക്കുമ്പോൾ ചേച്ചി ചിരിച്ചിട്ടാണ് സംസാരം. അപ്പം ഞാൻ ആലോചിക്കും, ഹൗ കുഡ് യു ഡു ഇറ്റ്? നമ്മൾ പലപ്പോഴും പലതും പറയുമ്പോൾ ഇപ്പോൾ കൃഷ്ണനെ കുറിച്ച് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. ചെവിയും കണ്ണും നമ്മൾ കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്ന പോലെ ഇട്ടിട്ടാണ് പലരും ഭക്തിയിൽ നിൽക്കുക. അതല്ല ഭക്തി. എല്ലാം തുറക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൂടുതൽ കേൾക്കാനും കേൾക്കേണ്ടാത്തതിനെ കേൾക്കാതിരിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ശക്തിയോടുകൂടി ഇത് തുറക്കണം. കണ്ണുള്ളത് കാണാൻ മാത്രമാണോ? അല്ല, കാണാതിരിക്കാൻ കൂടിയിട്ടാണ്. നമ്മൾ രാവിലേക്ക് ഒരു എന്താ പറയുക, ഒരു വിളക്ക് അല്ലെ, വിളക്ക് നാളം പോലെ ഒരു കുട്ടി അത് പറയുകയും പിന്നെ അവിടെ ആ ഒരു സ്ഥലത്തേക്ക് അല്ലേ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് രാവിലെ പോകാമെന്ന് പറയുമ്പോൾ കുറേ ദൂരം വണ്ടിയിലിരിക്കണം. കാരണം കറക്റ്റ് നോർമൽ വൃന്ദാവനത്തിലല്ല അത്. അല്ല. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പ്ലോറേഷൻസ് വരുന്ന യാത്രികർക്ക് എനിക്ക് തോന്നിയിട്ടുള്ള, ഞാൻ ഇതിന് മുന്നേ വൃന്ദാവനിൽ ഒരു പ്രാവശ്യം ഞാനും മഞ്ജും പോയിട്ടുണ്ട്. അപ്പം ആ സമയത്ത് ആരൊക്കെ ഇവിടെയൊക്കെ കൊണ്ട് കാണിച്ചു, കുറേ അഴുക്ക് ചാലും വെള്ളവും ഒക്കെ ഉള്ളൊരു പ്രശ്ന സ്ഥലം. പക്ഷേ പിന്നീട് ചേച്ചിയോടൊപ്പം വന്നു കഴിഞ്ഞ് ഞാനത് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം തന്നെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ള അവിടെ. ആ യാത്ര കഴിഞ്ഞ് തിരിച്ച് വന്ന് നമ്മൾ ആ വണ്ടി പണിക്കർ ട്രാവൽസിൻ്റെ ബസ് ഹൈവേയിലേക്ക് കയറുമ്പോൾ മോസ്റ്റ് ഓഫ് ദം സ്റ്റാർട്ടഡ് ക്രൈം അല്ലേ. കണ്ണിന്ന് വെറുതെ വെള്ളം വരിക, അല്ലെങ്കിൽ സങ്കടമാവുക. ആരോ ഒരു വളരെ അടുപ്പുള്ള ഒരാൾ നമ്മളെ വിട്ടുപോയതൊരു ഫീൽ വരുന്നു. അപ്പം അങ്ങനെ ഒരു അനുഭവം, അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആത്മീയത ആക്ച്വലി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ ബോധത്തിനെ ഉണർത്തുകയാണോ ചെയ്യുന്നത്, അതോ ബോധം ആ പുണ്യഭൂമിയിൽ എത്തുമ്പോൾ നമ്മൾ ബോധം മാറുന്നതാണോ? ആ ഒരു ഫീൽ എന്താണ് ഈ റെഗുലറായിട്ട് വൃന്ദാവനിലേക്കുള്ള യാത്ര, അല്ലെങ്കിൽ റെഗുലറായിട്ട് യാത്രികർ അങ്ങ് പോകുന്നതല്ല, അങ്ങോടൊപ്പം വരുന്നവരൊക്കെ തന്നെ റെഗുലറായിട്ട് വരുന്ന ആൾക്കാരാണ്. വൃന്ദാവനത്തിൽ പോയിട്ട് വന്നവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ഐ ലോസ് മൈ ഹാർട്ട് ഇൻ വൃന്ദാവൻ. അതായത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ അവിടെ മറന്ന് വെച്ച് പോകുന്ന പോലെ ഒരു അനുഭവം. ഇത് ബോധവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ യാത്രകളും ബോധവും ഒക്കെ സഹപ്രവർത്തകരാണ്. അതെല്ലാം എന്താ നമ്മുടെ ഹാൻഡ് ഇൻ ഹാൻഡാണ്. അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഏറ്റവും ശുദ്ധബോധത്തിലേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ആ നത്തിങ്നെസ്സിനെയാണ് അറിയുന്നത്, നത്തിങ്നെസ്സിനെയാണ് ഉണർത്തി തരുന്നത്. പക്ഷെ ബോധത്തിലേക്ക് നിൽക്കുമ്പോൾ കൃഷ്ണൻ എന്ന 5250 വർഷങ്ങൾക്ക് മുൻപ്, പല കണക്കുകളിലേ പറയാം, എന്നാലും ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ അവതാരമെടുത്ത ഒരാളെക്കുറിച്ച് നമ്മൾ കേട്ട കഥകൾ, കേട്ട പുരാണങ്ങൾ, ഓരോരുത്തരുടെയും മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന കുറേ ഐതിഹ്യങ്ങൾ എന്നെല്ലാത്തിനും അപ്പുറത്ത് കൃഷ്ണൻ എന്ന സത്യത്തെ അറിയാൻ തുടങ്ങും. കഥകൾക്കെല്ലാം അപ്പുറത്തൊരു സത്യമുണ്ട് കൃഷ്ണൻ. അപ്പോൾ ആ സത്യത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും വൃന്ദാവനത്തിൽ. അത് വൃന്ദാവനത്തിലെ തിരക്കുകളിലൊന്നും അല്ല, എവിടെയാണെന്ന് ആർക്കും പറയാനും പറ്റില്ല. അത് ഓരോരുത്തർക്കും എവിടെയാണ് കൃഷ്ണനെ അനുഭവിക്കുക എന്ന് പറയാൻ ആവില്ല ശരിക്കും. കൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മളിൽ അന്തർലീനമായി കിടക്കുന്ന നമ്മളിലെ ആനന്ദമാണ്, ആനന്ദ സ്വരൂപമാണ്. ഈ ആനന്ദത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിലോ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യഥകളിലോ തോറ്റുപോകലുകളിലോ അല്ലെങ്കിൽ എവിടേക്കോ നമ്മൾ നമ്മുടെ ആനന്ദത്തെ മറന്നു വയ്ക്കുകയാണ്. എന്നിട്ട് നമ്മളിങ്ങനെ ജീവിക്കുക, എന്നിട്ട് ഇതിനെ ജീവിതം എന്ന് വിളിക്കുക. അങ്ങനെയാണ് നമ്മളെല്ലാവരും ചെയ്യുക. അപ്പോൾ എവിടെയോ ഒരു ഘട്ടത്തിൽ നമ്മൾ ആ ആനന്ദത്തിലേക്ക് റീകണക്ട് ചെയ്യപ്പെടുകയാണ് വൃന്ദാവനത്തിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ഈ ആനന്ദം വൃന്ദാവനത്തിൽ നമുക്ക് വേറൊരു ചിന്തകളോടുകൂടി ഇരിക്കാൻ പറ്റില്ല. കാരണം എവിടെയും ഇങ്ങനെ മനുഷ്യരും കുരങ്ങന്മാരും പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് എന്തൊരു ആനന്ദമാണ്, എന്തൊരു അനുഭവമാണ് അവിടെ. അപ്പോൾ ഇവിടെ നമ്മളിൽ
നമ്മൾ ഓരോ മനുഷ്യരിലും ഡീപ്പ് റൂട്ടഡായിട്ട് നിൽക്കുന്ന പ്രകൃതി, പുഴ, ഇതെല്ലാം നമ്മളിലിങ്ങനെ ഉണർന്ന് ഒഴുകി തുടങ്ങുക ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും യഥാർത്ഥ മനുഷ്യരാവുകയും യാതൊരു അറിവുമില്ലാത്ത ആ ഗോകുലത്തിലെ ആൾക്കാർ, ഗോപാലകർക്കും ഗോപികമാർക്കും എന്ത് അറിവാണ് ഉണ്ടായിരുന്നത്? കൃഷ്ണനല്ലാതെ വേറൊന്നും പഠിക്കുകയോ പാരായണം ചെയ്യുകയോ ഒന്നും ചെയ്തവരല്ല. അവർക്ക് എന്താ ഉണ്ടായിരുന്നത്? അവർ ആ കൃഷ്ണനോടൊപ്പം അങ്ങ് ജീവിച്ചു. അതേപോലെ നമ്മൾ വൃന്ദാവനത്തിലുണ്ടാകുന്ന ഓരോ നിമിഷവും ഓരോ ദിവസവും കൃഷ്ണനോടൊപ്പം ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ജീവിക്കുക ചെയ്യുക. അപ്പോൾ ഈ ആനന്ദവുമായിട്ടുള്ള കണക്ഷൻ നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ദെൻ അവിടുന്ന് ബസ്സിൽ ഹൈവേയിലേക്ക് കയറുമ്പോൾ എന്താ പറ്റുക? ബാക്ക് ടു നമ്മളുടെ ഈ മറന്നു വെക്കുന്ന സംഗതികളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. ഈ വീണ്ടും വരുമ്പോൾ നമ്മളിലെ ആ ആനന്ദമാണ് അവിടെ ഇരുന്നു കൊണ്ട് നമ്മളെ വീണ്ടും വിളിക്കുന്നത്. അതാണ് നമ്മളെല്ലാവരുടെയും കണ്ണുകളിങ്ങനെ നിറഞ്ഞ് ഒഴുകുന്നത്. അതേസമയം യഥാർത്ഥത്തിൽ വൃന്ദാവന യാത്രയുടെ എഫക്റ്റ് വൃന്ദാവനത്തിൻ്റെ സ്വാധീനം ഒരാളിൽ മനസ്സിലാക്കണമെങ്കിൽ അയാൾ വൃന്ദാവനത്തിൽ പോയി തിരിച്ച് തൻ്റെ വീട്ടിലെത്തി ഒരാഴ്ചയെങ്കിലും കഴിയണം. ഒരാഴ്ചയും കൂടി കഴിയുമ്പോഴാണ് വൃന്ദാവനം എന്താണെന്ന് ഓരോരുത്തരുടെ മനസ്സിലും അതിങ്ങനെ ഡെപ്തിൽ ഓരോ നിമിഷവും നമ്മൾ ആ തത്തയുടെ ചിലക്കൽ കേൾക്കുക, അല്ലെങ്കിൽ ഓരോ ഗലികളിലെയും ഇരുട്ടുകൾ നമ്മളിങ്ങനെ പൊതിയുക, പിന്നെ അവിടുത്തെ സന്തോഷം, അവിടുത്തെ മണ്ണിൻ്റെ ഗന്ധം, ഇതെല്ലാം നമ്മളിങ്ങനെ ശരിക്കും സ്വാധീനിക്കുന്ന. എല്ലാ യാത്രകളിലും യാത്ര ചെയ്യുമ്പോഴല്ല, യാത്ര കഴിഞ്ഞ് നമ്മൾ എവിടുന്ന് പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചെത്തുമ്പോഴാണ് ആ യാത്ര യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അതുവരെ നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഈ മോക്ഷയുടെ യാത്രകൾ തുടങ്ങുമ്പോൾ നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശവും അത് തന്നെയാണ്. ഇങ്ങനെ കാണുന്ന കാഴ്ചകൾക്കപ്പുറത്തേക്ക് അകത്തേക്ക് കൂടെ കണ്ടിട്ട് ഈ പ്രകൃതി നമ്മളിൽ ഒരുക്കുന്ന ചില വിശേഷമായ അവസ്ഥകളെ നമ്മൾ അകത്തുകൂടി കണക്ട് ചെയ്യിച്ചിട്ട് അത് രണ്ടും ഒന്നാണ്. കാരണം എപ്പോഴും പറയില്ലേ, ഇവിടെ ഉള്ളതെല്ലാം അകത്തുമുണ്ട്. ഈ അകത്തുള്ള വൃന്ദാവനത്തിലേക്ക് ഇതിനെ മുഴുവൻ കൊടുക്കുകയാണ് ചെയ്യുക ആ 7 ദിവസം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ യാത്ര വരുന്നവരോട് പറയും, നിങ്ങൾ ദയവായി പാരായണം ചെയ്യാനോ ജപിക്കാനോ ഒന്നും സമയം കളയാതിരിക്കുക വൃന്ദാവനത്തിൽ. കാരണം നമുക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജപിക്കാമല്ലോ, പ്രാർത്ഥിക്കാമല്ലോ. അതേസമയം നമ്മൾ വൃന്ദാവനത്തിലായിരിക്കുമ്പോൾ കണ്ണും ചെവിയും ഒക്കെ തുറന്ന് വെച്ച് എത്ര നേരം അതിനെ ആസ്വദിക്കാൻ പറ്റും. അവിടുത്തെ ഓരോ ശബ്ദങ്ങളിലും ഉണ്ട് വ്യത്യാസം. അവിടുത്തെ തത്തകൾ ചിലയ്ക്കുന്നത് ലോകത്ത് വേറെ എവിടെയും തത്തകൾ അങ്ങനെ ചിലക്കില്ല. അവിടുത്തെ മയിലുകളുടെ ശബ്ദത്തിൻ്റെ മെസ്സേജ് വേറെ എവിടെയും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അവിടുത്തെ ഒരു ശില, അവിടുത്തെ കുരങ്ങൻ, എല്ലാവരും ഒരു ആരുടെയും നിർദ്ദേശത്താൽ കണക്റ്റഡായിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ വന്ന് പോകുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന നിമിഷം മുഴുവൻ കണ്ണും കാതും തുറന്നു വയ്ക്കുക, കൃഷ്ണനെ ഇങ്ങനെ അനുഭവിക്കുക, രാധയെ അറിയുക. ആ അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ നിമിഷവും എന്താണ് വൃന്ദാവനം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളെന്താ കുറേ ബഹളം, ഒച്ചപ്പാട്, നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഉണ്ട് വൃന്ദാവനത്തിൽ. ഇതല്ല എങ്കിൽ നേരെ അപ്പുറത്തേക്ക് ബഹളം, ആൾക്കാർ, ഒച്ച, കുരങ്ങന്മാർ, ആക്രമിക്കുന്ന കുരങ്ങന്മാർ, വല്ലാതെ അഴുക്കോടുകൂടി ഒഴുകുന്ന പുഴ, ദുർഗന്ധം, ഇതെല്ലാം ഉണ്ട്. പക്ഷേ വൺസ് നമ്മൾ ഈ അകത്തെ അന്തരവൃന്ദാവനവുമായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടാൽ തന്നെ അതൊന്നും അങ്ങനെയല്ല നമ്മൾ ഉൾക്കൊള്ളുക. അതിനും അപ്പുറത്ത് നിൽക്കുന്നൊരു വൃന്ദാവനം നമ്മളെ വിളിച്ചുകൊണ്ടേയിരിക്കും. അത് ഏതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ ആദ്യമൊക്കെ ഉള്ള യാത്രകളിൽ ടേർക്കദംബയിലേക്ക് പോകുമ്പോഴായിരുന്നു അത്. പക്ഷേ ടേർക്കദംബ ഇപ്പോൾ വനമൊക്കെ കാടൊക്കെ മാറി അതെല്ലാം കെട്ടിടങ്ങളാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവിടേക്ക് വികസനം എന്ന് പറയുമ്പോൾ ഓരോ കെട്ടിടങ്ങൾ വരുമ്പോഴാണ് ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു ഗ്രാമവാസികൾ അവിടെ ഉള്ളത്. എന്നാൽ പുഴയായിട്ടും ആ കാടിനെ കാടായിട്ടും ഒക്കെ വെക്കുമ്പോഴാണ് വൃന്ദാവനം എന്നുള്ള ഒരു അനുഭൂതി നമുക്ക് കിട്ടുന്നതെന്ന് പലപ്പോഴും മറന്നു പോകുന്നവരാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ടേർക്കദംബയിൽ, ഇപ്പം അല്ലാതെ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കൂടുതൽ ആളുകളില്ലാത്ത അകത്തേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക ഇപ്പോൾ. അപ്പോഴൊക്കെ ഏതോ ഒരു നിമിഷം നമുക്ക് ആ ഒരു കണക്ഷൻ നമ്മളുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന വൃന്ദാവനമുണ്ട്. നമ്മളെല്ലാവരും ആ ആനന്ദത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്താണ് വൃന്ദാവനം? നമ്മളെപ്പോഴും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആനന്ദമാണ്. സദാ ഓരോ മനുഷ്യരും ആഗ്രഹിക്കുന്ന എന്താണോ ആനന്ദം. നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു വീട് വേണം, എനിക്കൊരു കാറ് വേണം, അല്ലെങ്കിൽ എനിക്ക് സ്വത്ത് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് സന്തോഷം എന്ന് വിചാരിക്കും. പക്ഷെ അത് കിട്ടിയിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവണോണ്ടോ ഇല്ല. പരമമായിട്ടൊരു ആനന്ദം ഉണ്ടല്ലേ. നമ്മളിതൊന്നും ബാധിക്കാത്ത, എത്ര വലിയ വിഷയത്തിലാണെങ്കിൽ പോലും, നമ്മൾ എത്ര വലിയ ടെൻഷനിലാണെങ്കിൽ പോലും നമ്മളിതെല്ലാം മറന്ന്, നമ്മളെ തന്നെ സ്വയം മറന്ന് സന്തോഷിക്കുന്ന ചില നിമിഷങ്ങളുണ്ട്. അതാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം എന്ന് പറയുന്നത്. ഈ ആനന്ദത്തിൻ്റെ ഭൂമിയാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഏതൊക്കെയോ ജന്മങ്ങളിൽ അനുഭവിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് വൃന്ദാവനം നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ ഭഗവാൻ വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നിരിക്കും.
പുല്ലായിട്ടോ മരമായിട്ടോ കല്ലായിട്ടോ ഒക്കെ ആയിരുന്നിരിക്കാം, പക്ഷെ ഉണ്ടായിരുന്നിരിക്കും. അതിലേക്കുള്ള തിരിച്ചുള്ള കണക്ഷനാണ് ഓരോ വൃന്ദാവന യാത്രയും. അത് സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്താണ് കൃഷ്ണൻ, നമ്മൾ ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതിനോടൊപ്പം ഇതിനോടൊപ്പം തന്നെ നമ്മളുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള വളരെ ഫിലോസഫിക്കലായിട്ടുള്ള നമുക്ക് ലോജിക്കലി പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സത്യങ്ങളുണ്ട് കൃഷ്ണനിൽ. അതുകൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രാവിലത്തെ സത്സംഗങ്ങളിൽ നമ്മൾ അത് പറയുകയാണ് ചെയ്യണത്. പക്ഷെ പിന്നെ ബാക്കി ഇപ്പോൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് ഞാൻ ചെയ്യണേ. ബാക്കിയൊക്കെ ഭഗവാൻ അവിടെ, അതും ഞാൻ എന്ന് പറയാൻ പറ്റില്ല, എന്നിലൂടെ നിവർത്തിക്കപ്പെടുന്നത്. പക്ഷെ ബാക്കിയെല്ലാം അവിടെ ഭഗവാൻ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ രാധാറാണി എന്ന് പറയുന്ന ആനന്ദത്തെ ഇൻറ്ററപ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അങ്ങയുടെ യാത്രകളിലൊക്കെ തന്നെ, ചേച്ചിയുടെ യാത്രകളിൽ എപ്പോഴും ഈ ഐറ്റിനറി എന്ന് പറയുന്ന സാധനം, ഇന്ന സ്ഥലത്തേക്കാണ് നാളെ പോവാന്ന് ഒരിക്കലും മുൻകൂട്ടി പറയാറില്ല. യാത്രകൾ അനൗൺസ് ചെയ്യുന്ന സമയത്ത് പുതുതായിട്ട് യാത്രയ്ക്ക് വരുന്ന ആൾക്ക് എന്തൊക്കെ പോകും, എവിടേക്ക് പോകണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻപടിയേ ആവില്ല ഒരു യാത്രയും. കാരണം എന്ന് വെച്ചാൽ ഇത് ആ സ്ഥലം നമ്മളെ നയിക്കുന്ന സ്ഥലത്തേക്ക് നമ്മളെ ഇങ്ങനെ വിട്ടുകൊടുക്കുക, എന്നിട്ട് നമ്മളെ എങ്ങനെ നയിക്കട്ടെ എന്ന് വിചാരിക്കുക. അത് അതിൻ്റെതായൊരു സ്വാഭാവികതയിൽ അതിങ്ങനെ നയിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോയിട്ട് വന്ന കാമാഖ്യ യാത്ര, എല്ലാ യാത്രകളിലും ഉണ്ട് കേട്ടോ ഇങ്ങനെ ഇരുത്. ഇപ്പോൾ പോയ കാമാഖ്യ യാത്രയിലും അതുപോലെയാണ്. നമ്മൾ സാധാരണ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റ് ഒക്കെ എടുക്കുക. ഇപ്പോൾ കാമാഖ്യയിലെ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റൊക്കെ കിട്ടാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരാൾക്ക് 3000 രൂപ വരെയൊക്കെ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എൻട്രി ഒക്കെ നേടുന്നതൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മൾ പേ ചെയ്ത്, നമ്മളിപ്പോൾ 70-75 പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഉള്ളതൊക്കെ പേ ചെയ്തിട്ട് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴേ സമയത്തിന് ദർശനത്തിന് 20 പേർക്കേ കയറാൻ പറ്റുള്ളൂ, ബാക്കി ആർക്കും കയറാൻ പറ്റില്ല. ബാക്കിയുള്ളവർക്ക് പിന്നെ ഉച്ചയ്ക്ക് ശേഷം കയറാൻ പറ്റും, കുറച്ച് പേർക്ക്, 20 പേർക്ക്. പിന്നെ കുറച്ച് പേർക്ക് നാളെ രാവിലെ, പിന്നെ നാളെ ഉച്ചയ്ക്ക്, അങ്ങനെ കയറാൻ പറ്റുള്ളൂ പറയാം. അപ്പോൾ ആകെ 4 ദിവസത്തെ യാത്ര. അപ്പോൾ അതിൽ 2 ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ബാക്കി എങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആകെ ആശങ്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ കാമാഖ്യയിലേക്ക് കയറിപ്പോയി, അവിടെ പോയി തൊഴുതു, ഇവിടെ പോയി തൊഴുതു. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഒരാൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുമോ, അപ്പോൾ നിങ്ങൾ സ്പെഷ്യൽ ദർശൻ ടിക്കറ്റിന് നിൽക്കുകയാണോ? അപ്പോൾ നിൽക്കുകയാണ്, പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ശരി, പക്ഷേ വേറൊരു കാര്യം ചെയ്യും, അവിടെ ജനറൽ ക്യൂ ഉണ്ട്, അവിടെ പോയിട്ടൊന്ന് നോക്കൂ, ചിലപ്പോൾ പറ്റിയല്ലോ. അപ്പോൾ ബാക്കിയുള്ള ഈ 55 പേരെയും കൊണ്ട് ആദ്യം അവരെയും കൊണ്ട് അങ്ങ് താഴെ വരെ നടക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ ജനറൽ ക്യൂവിൽ ഒരു മനുഷ്യരും ഇല്ല. ഇവിടെ സ്പെഷ്യൽ ദർശൻ വല്ലാണ്ട് ക്യൂ. അപ്പോൾ ഞാൻ എല്ലാവരോടത്തും ഇങ്ങ് വരാൻ പറഞ്ഞു. പോയി, നമ്മൾ ഓൾറെഡി പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് നിൽക്കുകയാണ് ടിക്കറ്റിൻ്റെ. എന്നിട്ട് പിന്നെ അത് പോകുന്നത് നമുക്ക് വിഷയമല്ലോ. നേരെ ഇവിടെ വന്നു, ജനറൽ ക്യൂവിൽ വന്നപ്പോൾ നേരെ അവരൊന്ന് വരും, നമുക്കൊരു ഫോട്ടോ എടുക്കും, നമുക്കൊരു കൂപ്പൺ തരും, നമ്മൾ അതിനകത്തൂടി പോയി സുഖമായിട്ട് 2 മണിക്കൂർ കൊണ്ട് തൊഴുതു വരാണ്. ഈ തൊഴുത്, അതായത് ഇന്ന് വരെ അങ്ങനെ തൊഴുതിട്ടില്ല, ജനറൽ ക്യൂവിലൂടെ നമ്മൾ കയറിയിട്ടേ ഇല്ല. പക്ഷേ ജനറൽ ക്യൂവിലൂടെ വളരെ കംഫർട്ടബിളായിട്ട് പോയി, അകത്ത് പോയി, വളരെ കുറച്ച് നേരം മാത്രം ക്യൂ നിന്ന്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജാരിമാരെല്ലാം വളരെ ഹാപ്പി ആയിട്ട്, അന്നത്തെ ദിവസത്തെ ഇതെല്ലാം ഏകദേശം കഴിയാറായല്ലോ, ഹാപ്പി ആയിട്ട് എല്ലാവരെയും വിളിച്ചിരുത്തി അങ്ങനെ തൊഴുതോളൂ, ഇങ്ങനെ തൊഴുതോളൂ എന്നൊക്കെ പറയണം. സാധാരണ കാമാഖ്യയിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും തൊഴണീന് മുന്നേ ഒച്ചയിടലും ബഹളമൊക്കെയാണ്. നമ്മൾ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ ഒരു നിമിഷമേ നമുക്കവിടെ കിട്ടുള്ളൂ, ആ നിമിഷം നമ്മളത് മാക്സിമം നമ്മൾ ആ കണക്ഷൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നമ്മൾ സത്സംഗങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടപ്പോൾ. പക്ഷെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുടുംബത്തിൻ്റെ പേരൊക്കെ ചോദിച്ച്, ആൾക്കാരുടെ പേരൊക്കെ ചോദിച്ച്, ഓക്കെ അവർക്കെല്ലാം പൂജയൊക്കെ ചെയ്ത് അത്ര റിലാക്സ്ഡ് ആയിട്ട് കാമാഖ്യയിൽ. അപ്പം നമ്മൾ ഈ രാവിലെ തൊട്ടുള്ള ഈ ഓടിക്കൽ മുഴുവൻ എന്തിനാണ് എന്നുള്ളത് 3 തവണ ഞാൻ ആ സ്റ്റെപ്പ്, എല്ലാവരും ഈ താഴ്ന്ന നീലാജലം മുഴുവൻ കയറി മേളിൽ പോകേണ്ടി വന്നു 3 തവണയൊക്കെ. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് തൊഴുത് സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ദിവസം, അതും വിശേഷമായിട്ട് പ്രദോഷത്തിനോ മറ്റോ, നമ്മളിങ്ങനെ 3 തവണ കാമാഖ്യയിലെ കിഴക്കേ നടയിലൂടെ കയറിയാൽ അത് തന്നെ മതി എന്നാണെന്ന് പുണ്യം. ഇതൊന്നും ബന്ധമില്ലാത്ത വേറൊരാൾ വന്ന് പറയാം. അപ്പോൾ അതുപോലെ ഇങ്ങനെയാണ് പദ്ധതികൾ. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഒന്നും. അപ്പം നമ്മൾ യാത്രയ്ക്ക് വരുന്നവരോട് ആദ്യമേ പറയും, ഇങ്ങനെ കൃത്യമായിട്ട് ഇന്നതുപോലെ വേണം എന്നൊക്കെ ഉള്ളവർ ഈ യാത്ര ഒഴിവാക്കുക. മോക്ഷയുടെ യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ പറയും, നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ആലോചിക്കുക. ഒന്നിത് ഒരു സ്ഥലത്തേക്ക് മാത്രം, ഇപ്പം നമ്മൾ ഡൽഹിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് പോകുന്നു, എന്നാൽ അവിടുന്ന് കുറച്ചുകൂടെ പോയാൽ താജ്മഹൽ എത്തില്ലേ, താജ്മഹലിലേക്ക് പൊക്കൂടെ എന്ന് ചോദിക്കുക. എന്തുകൊണ്ട് താജ്മഹൽ ഉൾപ്പെടുത്തിക്കൂടാന്ന് വെച്ചാൽ ഇത് അങ്ങനെ ഒരു യാത്ര അല്ല. ഇപ്പോൾ കാമാഖ്യയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് 1 മണിക്കൂറുടെ 120 കിലോമീറ്ററുള്ള ഷില്ലോങ്, എന്തുകൊണ്ട് ഷില്ലോങ്ങിലേക്ക് പോയിക്കൂടാ? അതായിക്കോട്ടെ, അതിന് ഒരുപാട് യാത്രകൾ വേറെ ഇല്ലേ നമുക്ക് അങ്ങനെ പോകാൻ പറ്റുന്നത്. ഇത് അങ്ങനെയുള്ള അല്ലാതെ ഇത് ഈ ഒരു 4-5 ദിവസം ഇങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാറ്റി വെക്കാനുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള യാത്രകളാണ്, എല്ലാവർക്കും ഉള്ളതല്ല. അപ്പോൾ ഇത് അതിനു വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞത്, ടൂർ ഓപ്പറേഷനോ അല്ലെങ്കിൽ പിന്നെ സ്പിരിച്വൽ ടൂറെന്നോ അല്ലെങ്കിൽ പിൽഗ്രിമേജ് എന്നോ പോലും ഇതിനെ വിശേഷിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത്. ഇതിങ്ങനെ സ്പെഷ്യലി ഡിസൈൻഡായിട്ട് നിൽക്കുകയാണ്.
അത് ആര് ഡിസൈൻ ചെയ്യുന്നു? മോചിത എന്ന് പറയുന്ന വ്യക്തിയല്ല ഡിസൈൻ ചെയ്യുന്നത്. അതാ പ്രകൃതി അല്ലെങ്കിൽ അവിടുത്തെ ഒരു രീതികളുടെ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടുത്തെ എന്തൊക്കെയാണ് എനർജി എന്ന് മാത്രം പഠിച്ചു വെക്കുന്നു. അത് പരസ്പരം ഷെയർ ചെയ്യണു. എന്നിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നു ആ ഒരു പദ്ധതി അവിടെ നടത്തപ്പെടാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ പ്രത്യേകമായിട്ട് തന്നെ ആഗ്രഹിക്കുന്നവർക്കുള്ള യാത്രകളാണ്. അല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കൂടുതൽ അമ്പലം കവർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ കൂടുതൽ ഏരിയ നമ്മളിപ്പോൾ അവിടം വരെ പോയതല്ലേ എന്നാൽ പിന്നെ അപ്പുറത്തുകൂടി പോവാം എന്ന് വിചാരിക്കുന്ന അങ്ങനെ ഒരു യാത്ര വിചാരിച്ചാൽ പറ്റില്ല. ഇപ്പോൾ നമ്മൾ വൃന്ദാവനം പോയി കഴിഞ്ഞാൽ 7 ദിവസം ആദ്യമൊക്കെ പോകുന്നവരെല്ലാവരും എന്നോട് ചോദിക്കായിരുന്നു, 7 ദിവസം വൃന്ദാവനത്തിൽ എന്താ കാണാനുള്ളത്? 2 ദിവസത്തിൽ കൂടുതൽ ഒന്നും കാണാനില്ല. എന്താ ഈ 7 ദിവസം കാണാൻ? 7 ദിവസം മതിയാവോ? 14 ദിവസം മതിയാവോ? എത്ര കണ്ടാലും മതിയാവാത്ത ഇനിയും എത്രയോ കിടക്കുന്നുണ്ട്. വീണ്ടും വീണ്ടും ഞാൻ ആലോചിക്കും ഓരോ ദിവസം കൂടെ കൂട്ടണം എന്നാണ്. പക്ഷെ പലർക്കും ഈ ലീവിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും നേരം ഇപ്പോൾ നമ്മുടെ കാശി യാത്ര 11 ദിവസമാണ്. അതെങ്ങനെ ചുരുക്കും എന്ന് എനിക്കറിയില്ല. അത്രയും കണ്ടില്ലെങ്കിൽ എങ്ങനെ കാശി കാണുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോക്ഷയോടൊപ്പം അല്ലെങ്കിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നവർ എല്ലാം കാണണം എന്ന് വിചാരിക്കുന്നവർക്കോ അല്ലെങ്കിൽ എല്ലാ യാത്രകളും പോകുന്ന പോലെ വന്നാൽ പറ്റില്ല. ഒരു പ്രത്യേക മനസ്സിൻ്റെ തയ്യാറെടുപ്പോടുകൂടി വന്നാൽ മാത്രമേ ഈ യാത്രയിൽ അതിൻ്റെ പക്ഷേ ഈ കൺസീവ് ചെയ്യപ്പെടുന്ന സമയത്ത് ഈ യാത്ര കൺസീവ് ചെയ്യപ്പെടുള്ളൂ. നമ്മൾ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങയുടെ യാത്രകളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് പല ആൾക്കാർക്കും പറഞ്ഞ പോലത്തെ ഒരു അനുഭവം വരുന്നത്. അതോടൊപ്പം എനിക്കെപ്പോഴും തോന്നി ഈ വൃന്ദാവന യാത്ര തീരെ ജീവിതത്തിൽ ഡാൻസ് പോലും കളിക്കാത്ത ആൾക്കാർ അവിടെ ചെന്ന് ഡാൻസ് കളിക്കുന്നതും, ജീവിതത്തിൽ നിശബ്ദത എന്താണെന്നറിയാത്ത ആൾക്കാർ നിശബ്ദമായി മാറുന്നത്, പിന്നെ സംസാരിക്കുന്നവർ, അതോടൊപ്പം തന്നെ എല്ലാം നഷ്ടപ്പെട്ട് വെച്ചാൽ ഒരാളോട് പോലും 10 രൂപ കടം വാങ്ങാത്ത ഒരാളെ നിന്ന് കടം വാങ്ങിക്കുന്ന അവസ്ഥ ഒത്തിരി. കാരണം വളരെ ഇപ്പോൾ ചേച്ചി നടത്തിയ യാത്രയിൽ മേ ബി ഒരു 3-4 യാത്രയിൽ എനിക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ കാണുന്ന അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും ഒരു ഭയവും ഭക്തിയും ബഹുമാനവും തോന്നിയിട്ടുള്ളത് 2 വലിയ വോൾവോ ബസ്സിൽ ഒരു വോൾവോ വർക്ക് ചെയ്യാണ്ടാവുമ്പോഴും കേടാവാണ്ടാവുമ്പോഴും യു ആർ വെരി സെറ്റിൽഡ്. അതെൻ്റെ പദ്ധതിയല്ലല്ലോ. അതാണ് കാരണം വെച്ചാൽ ഒരു ബസ് കേടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മറ്റെന്തോ പ്ലാൻ ചെയ്യാണ് നമുക്ക് വേണ്ടിയിട്ട്, മറ്റെന്തോ ഒരിടത്ത് തയ്യാറാക്കി വെച്ചിട്ടാണ്. 100 പേര് ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചി ചിരിച്ചിട്ടാണ് സംസാരം. അപ്പം ഞാൻ ആലോചിക്കും, ഹൗ കുഡ് യു ഡു ഇറ്റ്? എങ്ങനെ നിങ്ങൾക്കത് സാധിക്കുന്നു? കാരണം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ചേച്ചി ചിരിച്ചിട്ട് പറയാം, നമുക്ക് ഓട്ടോ വിളിക്കൂ, നമുക്ക് യമുനയിലേക്ക് പോവാം. ഓർക്കുന്നുണ്ടോ യമുനയിൽ പോയത്? ദാറ്റ്സ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. യമുന അന്ന് വൈകുന്നേരം പോകുന്നതും അവിടെ അത് കഴിഞ്ഞാൽ ചേച്ചിമാർ കരഞ്ഞ് എന്താ പറയുക, അവർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷെ അത് പ്രശ്നം ഉണ്ടാവുന്ന എവിടെ വെച്ചാൽ ഇതിൽ ആദ്യം പോയ ആൾക്കാർ അല്ലെങ്കിൽ ഇതിന് മുന്നേ പോയ ആൾക്കാർ ആ വീഡിയോ കാണുമ്പോഴാണ് അയ്യോ ഇവിടെ നമ്മൾ കൊണ്ടുപോയിട്ടില്ല. അതെല്ലാവരും പറയാറുണ്ട്. കാരണം ഇത് ഓരോ യാത്രകളിലും ഓരോരോ സ്ഥലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു കൂട്ടി പോകുന്നതല്ല. അതിന് മുന്നേ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടുന്നുണ്ട്. അതെ അങ്ങനെയാണ്. അതായത് എൻ്റെ ഗുരു ശബ്ദഗുരുവാണ്. ശബ്ദത്തിലൂടെയാണ് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. അതിലൂടെ തന്നെയാണ് ഞാൻ ഈ സാധന ക്ലാസ് ആയാലും യാത്രകളായാലും ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് റെഗുലറായിട്ട് ഒരു യാത്രയും അങ്ങനെ ഇന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വൃന്ദാവന യാത്രയും കാശി യാത്രയും മാത്രമേ അങ്ങനെ തീരുമാനിക്കപ്പെട്ടുള്ളൂ. പിന്നെ കൈലാസം അത് അനുവദിക്കുന്ന സമയത്ത് മാത്രം. ബാക്കി എല്ലാ യാത്രകളും നമ്മളങ്ങനെ റെഗുലറായിട്ട് നടത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെ നിന്നൊരു കോൾ വരുന്നു അല്ലെങ്കിൽ അവിടെ നിന്നൊരു തോന്നൽ വരും. ആ തോന്നലെന്ന് പറഞ്ഞാൽ വെറുമൊരു തോന്നലായിട്ടല്ല വരിക, കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോട് കൂടിയിട്ടാണ് വരിക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് കിട്ടിക്കഴിയുന്ന അപ്പോൾ തൊട്ട് അതിനു വേണ്ടി തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത്. അപ്പോൾ ബസ് കേടാകുമ്പോൾ ഒരു നിമിഷം നമുക്ക് അടുത്ത ഒരു കണക്ഷൻസ് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരം കിട്ടുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു കാര്യത്തിലേക്ക് പോകാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കൂടി ത്രിൽഡ് ആവുകയാണ്. ഓക്കെ, നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ല ഇനിയിപ്പോൾ കാണാൻ പോകുന്നത്, പുതുതായിട്ട് ഒന്നിനേക്കിലേക്ക് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇത് ഭഗവാനാണ് ചെയ്യുന്നത്. കാമാക്കിലേക്ക് എത്തുമ്പോൾ ഭഗവതിയാണ് ചെയ്യുന്നത്. വരുന്ന ആൾക്കാരുടെയും കൂടി ഡിപ്പെൻഡ് ഉണ്ടാവാം, അവരുടെയിലും ഉണ്ടാവാം, അവരുടെ എനർജിയിൽ അത് ഉണ്ടാവാം. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇതെല്ലാം ഒത്തുചേരുമ്പോൾ ഒരൊറ്റ എനർജി ആയിട്ട് മാറുമ്പോൾ പലരുടെയും കാർമ്മികമായിട്ടുള്ളതെല്ലാം അഴിഞ്ഞു പോവും. പലരും വൃന്ദാവനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ നിരന്തരമായിട്ട് വെച്ചിരിക്കുന്ന പ്രാർത്ഥനകളുടെയൊക്കെ ഫലം കാണുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത്ര പേര് ഒരുമിച്ച് ഒരൊറ്റ എനർജിയിലേക്ക് വരുന്നു. ആ വൃന്ദാവനം നമുക്ക് വേണ്ടി സൂക്ഷിക്കുന്നൊരു എനർജിയുണ്ട്. അതിവിടേക്ക് കിട്ടുമ്പോൾ പലപ്പോഴും നമ്മളുടെ കർമ്മങ്ങളിലുള്ള പല 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 പ്രശ്നങ്ങൾ അഴിഞ്ഞില്ലാണ്ടാവും. അപ്പം നമ്മൾ ദീർഘകാലമായി മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ നൊടിയുടെ കൊണ്ട് സാധിക്കുന്ന
ഒരവസ്ഥ. വൃന്ദാവനം എന്നല്ല, എല്ലാ സ്ഥലങ്ങളും തരും. വൃന്ദാവനം കുറെ കൂടി ഹാപ്പിനെസ്സിൻ്റെ സ്ഥലമായതുകൊണ്ട് നമുക്കത് കുറെ കൂടി കണക്റ്റഡ് കണക്ട് ആയിരിക്കും. ചെയ്യാൻ പറ്റും. അതേസമയം കാശിയിൽ പോകുമ്പോൾ അത്രയും ഹാപ്പിനെസ് എന്ന് വെച്ചാൽ അതെ, ഒരു ആനന്ദം എന്നുള്ളതിനേക്കാൾ ജ്ഞാനം എന്നുള്ളതാണ് കാശിയുടെ സ്വഭാവം. ലവബോധം ഒരു അപ്പോൾ അവിടെ ഒരു ഗൗരവമുള്ള ഒരു ഗുരുവിന് മുന്നിലിരിക്കുന്ന ശിഷ്യരെ പോലെയാണ് നമ്മൾ. ഇവിടെ അങ്ങനെയല്ല. നമ്മളുടെ കൂടെ ഒരു കളിക്കൂട്ടുകാരൻ്റെ ഒപ്പം നമ്മൾ വളരെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തരികയും എന്നാൽ ആ കളിക്കൂട്ടുകാരൻ സാധാരണക്കാരനല്ല, സ്പെഷ്യലാണെന്ന് മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയല്ല, അത് വളരെ ഗൗരവമുള്ളൊരു ഗുരു നമ്മളെ ഗൗരവത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു തരികയും അത് നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും നമ്മളെ അടുത്ത ലെവലിലേക്ക് കടത്തിവിടുകയും ചെയ്യും. രണ്ടിൻ്റെയും സമീപന രീതികൾ വ്യത്യാസമാണ്. കാമാഖ്യയും അതുപോലെയാണ്. കാമാഖ്യ നമ്മൾ കുറെ കൂടി ആ ഒരു എന്താ പറയുക, മദർ എന്നുള്ള ഫീലിനേക്കാൾ മദർ എന്ന എനർജി, മാതൃത്വം എന്നുള്ള വികാരം നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷെ മാതൃത്വം എന്നുള്ള ഊർജ്ജം ഉണ്ടല്ലോ, ഒരു സ്ത്രീക്ക് മാത്രമേ ചിലപ്പോൾ അത് മനസ്സിലാവും. ഒരു പ്രസവിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയിലേക്ക് വരുന്നൊരു ഊർജ്ജമുണ്ട്. അത് ആ ജന്മം കൊടുക്കാൻ സമയത്ത് അത്രയ്ക്ക് കഠിനമായി, ലോകത്ത് വേറെ ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്തൊരു വേദന അനുഭവിക്കാൻ ഒരു സ്ത്രീക്ക് അത്രയും സമയത്ത് അതിൻ്റെ ആ സമയത്ത് ദൈവികമായൊരു ഇടപെടലാണ് നടക്കുന്നത്. ഇതിനകത്തൊരു ശക്തി, പറയില്ലേ, പല കൈകളോടുകൂടി നിൽക്കുന്ന മഹിഷാസുരനെ നിഗ്രഹിച്ച് നിൽക്കുന്ന ദുർഗയെ പോലൊരു സ്ത്രീ നിന്നാൽ മാത്രമേ ഒരു പ്രസവം നടക്കുള്ളൂ. ആക്ഷൻസ് അതല്ലെന്നേ ഉള്ളൂ, പക്ഷേ എനർജി അതാണ്. അത്രയും എനർജിയിലാണ് ആ താഴേക്കുള്ള പുഷ്. അപ്പോൾ അതാണ് ഒരു സ്ത്രീ മാതൃത്വം എന്ന് പറഞ്ഞ എനർജി. മാതൃത്വം എന്ന് പറഞ്ഞ ഫീൽ എല്ലാവർക്കും കിട്ടും. ഈ എനർജി എല്ലാവർക്കും കിട്ടുന്നത് കാമാഖ്യയിലാണ്. അത് നമ്മളിങ്ങനെ ഓരോ സിരകളിലേക്കും ഇങ്ങനെ ചേച്ചി ആ വൈബിലാണ് വീണ്ടും വീണ്ടും നമ്മൾ കാമാഖ്യയിലേക്ക് പോകുന്നത്. അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ വീണ്ടും വൃന്ദാവനത്തിക്കാണ്, വൃന്ദാവനം വിട്ടിട്ടുള്ളൊരു യാത്ര നമുക്ക്. ഈ അവിടെ ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ആ മണ്ണിനെ കുറേ വർഷങ്ങളോ അല്ലെങ്കിൽ ജന്മാന്തരങ്ങളായിട്ട് അറിയുന്ന ഒരു വ്യക്തിയെ പോലെ അങ്ങ് എപ്പോഴും ബിഹേവ് ചെയ്യാറ്. എനിക്കങ്ങനെ തോന്നിയില്ല എൻ്റെ എല്ലാ യാത്രയിലും. അത് അവിടെ ഒരു ഗോപികയായിട്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ജന്മമെടുത്ത ഒരു സ്ത്രീയെ പോലെയാണ് അങ്ങ് ബിഹേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങ് പറയുന്ന അഞ്ച് കാര്യങ്ങൾ നമ്മൾ പറയും. കദംബ വൃക്ഷം മുതൽ അത് ഗോലോകമായിരുന്നു അല്ലെങ്കിൽ ഗോലോകത്തിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്ന ആ 5 അടയാളങ്ങളെക്കുറിച്ച് 2 വാക്ക് പറയാൻ പറ്റും? പറയാം, തീർച്ചയായിട്ടും. വൃന്ദാവനത്തിൽ ഭഗവാന്റെ കാലത്തുണ്ടായിരുന്നത് എന്ത് എന്നുള്ളതാണ്. ഭഗവാന്റെ കാലത്തുള്ളതിനെ കാണാനാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ ഭഗവാന്റെ കാലത്തുള്ളതായിട്ട് 5 വസ്തുക്കളാണ് വൃന്ദാവനത്തിൽ ഇപ്പോൾ ഉള്ളൂ. അതിലൊന്ന് വൃന്ദാവനത്തിലെ മണ്ണാണ്, 2 വൃന്ദാവനത്തിലെ മരങ്ങളാണ്, കടമ്പ് വൃക്ഷങ്ങളാണ്, 3 ഗോവർദ്ധനഗിരിയാണ്, 4 യമുനയാണ്, 5 രാധയാണ്. ഇങ്ങനെ 5 തത്വങ്ങളാണ്. ഈ 5 തത്വങ്ങളിലൂടെയാണ് നമ്മൾ കൃഷ്ണനെ കാണുന്നത്. അപ്പോൾ മോക്ഷയുടെ യാത്രകളിലെല്ലാം ഈ 5 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ബാക്കി കെട്ടിടങ്ങളൊക്കെ പിന്നെ വരുന്നുള്ളൂ. കെട്ടിടങ്ങൾ, ക്ഷേത്രങ്ങൾ എല്ലാം പിന്നെയാണ്. ആദ്യം ഈ 5 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങളെ അറിയുകയാണ് ചെയ്യണത്. ഏറ്റവും ഓരോ സത്സംഗിലൂടെ നമ്മൾ ഓരോ ബോധത്തിലേക്ക്. ഗോവർദ്ധനഗിരി ആ പ്രകൃതിയിൽ അങ്ങനെ ഇരിക്കുന്നൊരു ഗിരി മാത്രമല്ല, ആ ഗോവർദ്ധനഗിരിയെ ഉദ്ധരിച്ചുകൊണ്ട് ഭഗവാൻ ഗോവർദ്ധനഗിരിധാരിയായിട്ട് ഹൃദയത്തിലുണ്ട്. പലപ്പോഴും നമ്മളിലെ ആ പെയ്തു തീരാത്ത മഴകളിൽ നമ്മളാകുന്ന ജീവിതത്തെ ഉയർത്തിപ്പിടിച്ച്, ചെറുവിരലിൽ ഉയർത്തിപ്പിടിച്ച് ഭഗവാൻ നിന്നിട്ടുണ്ട്. ആ മൊമെൻറ്റുകൾ അറിയുന്നവർക്ക് ഗോവർദ്ധനഗിരി അറിയാൻ പറ്റും. അങ്ങനെ ആ ഓരോ ഗോവർദ്ധനഗിരി ആയിക്കൊള്ളട്ടെ, കടമ്പായിക്കൊള്ളട്ടെ, രാധാറാണിയുടെ കണ്ണുകളായിക്കൊള്ളട്ടെ, ഒക്കെ നമ്മളെ കൃഷ്ണനിലേക്ക് അടുപ്പിക്കുക ചെയ്യുക. അന്ന് കൃഷ്ണകാലം തൊട്ട് ഇന്ന് വരെയും ഉണ്ടായിരുന്നത്, ഇന്ന് വരെയും അവിടെ നിലനിൽക്കുന്നത് ഈ 5 കാര്യങ്ങളാണ്. ബാക്കിയുള്ള കെട്ടിടങ്ങളൊന്നും നമുക്ക് ആ കൃഷ്ണകാലത്ത് 5250 വർഷങ്ങൾക്ക് മുൻപുള്ള കെട്ടിടങ്ങൾ എങ്ങനെയായിരുന്നിരിക്കണം, കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നോ, എങ്ങനെയായിരുന്നു നമുക്കറിയില്ല. പല പല കാലങ്ങൾ കഴിഞ്ഞ് കൃഷ്ണൻ്റെ പൗത്രൻ്റെ കാലത്താണ് ഇതൊക്കെ കൺസ്ട്രക്ട് ചെയ്തതെന്നും പിന്നീട് 12ാം നൂറ്റാണ്ട് 12th സെഞ്ച്വറിയിലാണ് പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഏറ്റവും ലേറ്റസ്റ്റ് സാക്ഷാൽ ചൈതന്യ മഹാപ്രഭു അവിടെ എത്തുന്നത് 1515 1515 എന്ന് പറയുമ്പോൾ 16th സെഞ്ച്വറിയാണ്. അപ്പോൾ 16th സെഞ്ച്വറിക്ക് ശേഷമുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കെട്ടിടങ്ങൾ കൃഷ്ണകാലത്തുള്ളതാണോ? കൃഷ്ണകാലത്തുള്ളതല്ല. കൃഷ്ണകാലത്തുള്ളത് എന്താണ്? മണ്ണ്, യമുന, ഗോവർദ്ധനഗിരി, മരങ്ങൾ, കടമ്പ് വൃക്ഷങ്ങൾ. ചില കടമ്പിനൊക്കെ ഇങ്ങനെ മുട്ടി കൂടുതലുണ്ട്. നിശബ്ദമായിട്ട് ഒന്നും അല്ല, ഒരു ഇല പോലും ഇല്ലാത്ത കദംബ് ആ മരം പിന്നീട് പെട്ടെന്ന് തളർക്കും. വല്ലാതൊരു അത് ചേച്ചി നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മളത് ഒബ്സർവ് ചെയ്യുന്നത് കാണുമ്പോഴാണ് അല്ലേ, നമ്മളത് കാണുമ്പോൾ
പിന്നെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു വയസ്സായ ചേച്ചി ആ കദംബ വശത്തിന് കെട്ടിപ്പിടിച്ച് കുറേ നേരം നിൽക്കുന്നത്. ഓരോ കടമ്പിനെയും നമ്മൾ കെട്ടിപ്പിടിക്കണം. ഓരോ മരങ്ങളും നമ്മളുടെ വീടിൻ്റെ ചുറ്റും, വൃന്ദാവനത്തിലുള്ളതെന്നല്ല, നമ്മുടെ വീടിൻ്റെ ചുറ്റും നിൽക്കുന്ന മരങ്ങൾക്ക് തന്നെ എത്ര കഥകൾ പറഞ്ഞു തരാണ്ടെന്ന് അറിയും. വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ചെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ നമുക്ക് വേണ്ടുന്ന സാന്ത്വനം മുഴുവൻ അവർ തരും. കാരണം അവർക്ക് എത്ര കാലങ്ങളെ അറിയാം, എത്ര ലോകത്തെ അറിയാം. ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങി വേരുകളോടുകൂടി നിൽക്കുന്ന അവർക്കറിയുന്നിടത്തോളം എന്ത് കഥ നമുക്കറിയാം. വിങ്ങലുകളും അറിയും. അതെ, എല്ലാം അറിയാം. അപ്പം നമ്മളൊന്ന് ചേർത്ത് പിടിച്ചാൽ അത്രയും സാന്ത്വനം നൽകാൻ പറ്റും. അപ്പോഴാണ് വൃന്ദാവനത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഒരു വൃക്ഷം അവിടെ നിൽക്കുമ്പോൾ കൃഷ്ണനെ കണ്ട വൃക്ഷം എന്ന് ആലോചിച്ച് നോക്കൂ. ആ ലീലകളെല്ലാം കണ്ടതാണെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ കാലാകാലങ്ങളിലെ മാറ്റങ്ങളെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ. അതിന് ചെന്നാണ് നമ്മളൊന്നിങ്ങനെ ചേർത്ത് പിടിക്കുക, ഹഗ് ചെയ്യുക. എന്തുമാത്രം എനർജിയാണ് ഇങ്ങോട്ടും കൊടുക്കുക അല്ലേ. എന്ത് ഇങ്ങോട്ട് മാത്രമല്ല നമ്മൾ എടുക്കുന്നത്, അങ്ങോട്ടും കൊടുക്കും. അതേപോലെയാണ്. അപ്പോൾ ആ മരങ്ങളിലും ആ മണ്ണിങ്ങനെ വാരി കൂട്ടിയിട്ട് അതിലോട്ടിങ്ങനെ കിടക്കണം നമ്മൾ. അങ്ങനെ കിടക്കണം. ഒരു മന്ത്രജപവും വേണ്ട അവിടെ, ഒരു ധ്യാനവും ആരും പഠിപ്പിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ആ മണ്ണിങ്ങനെ കൂട്ടിച്ചേർത്ത് അവിടെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നിൻ്റെ ഈ ജന്മത്തിനും വരും ജന്മത്തിനും വേണ്ടുന്നതെല്ലാം ആ മണ്ണ് ചേർത്ത് പിടിച്ച് സാന്ത്വനിപ്പിക്കും. ആ വൃന്ദാവനത്തിലെ മണ്ണ് അത്രയും ദിവ്യമാവാൻ കാരണം തന്നെ ഭഗവാൻ പറയുന്നു, നീ പണ്ഡിതനെന്നോ പാമരനെന്നോ നോക്കാതെ എല്ലാവരുടെയും ചവിട്ടേറ്റ് വാങ്ങുന്നു, എല്ലാവരും നീ ഒരുപോലെ കരുതുന്നു, അതുകൊണ്ട് നിനക്ക് തരുന്ന അനുഗ്രഹമാണെന്നാണ് പറയണേ ഈ മണ്ണ് വാരി ഉണ്ടത് വെച്ചത്. അപ്പം ആ മണ്ണാണ്. ഏത് ഭക്തനും അവിടെ എത്തിയാൽ ആരെങ്കിലും പറയണ്ട, നിങ്ങൾ ഉരുളു എന്ന് പറയണ്ട. പറയണതിന് മുന്നേ അവിടെ അങ്ങോട്ട് കിടന്ന് ഉരുളാണ്. ആ മണ്ണിനെ നമ്മിങ്ങനെ ചേർത്ത് പിടിച്ച് വെക്കുമ്പോൾ ഉള്ളൊരു നിമിഷമുണ്ട്. അത് ആ മണ്ണിന് മാത്രം പറഞ്ഞു തരാൻ പറ്റുന്ന, നമുക്കൊരു പക്ഷേ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തരാൻ പറ്റാത്ത കൃഷ്ണൻ ആ മണ്ണിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അവിടെ വാക്ക് വേണ്ട, ഭാഷ വേണ്ട, ഒന്നും വേണ്ട. വെറുതെ ചേർത്ത് പിടിച്ചൊരു നിമിഷം ഞാനെന്ന അഹന്തയില്ലാതെ എനിക്കിരിക്കാൻ പറ്റിയാൽ എനിക്ക് മനസ്സിലാവും. ഒരു അഹന്തയും ഇല്ല നമുക്ക് അവിടെ നിന്ന്. കടമ്പിനെ കെട്ടിപ്പിടിക്കുന്നത് രാധാകൃഷ്ണ മരം, റാവലിലെ രാധാകൃഷ്ണ വൃക്ഷത്തിൻ്റെ ചൂട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന റിയലൈസേഷൻ, നമ്മുടെ യാത്രകളിൽ അധികം പേരും ആ മരത്തിൻ്റെ ചൂട്ടിലിരുന്നിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. മാത്രമല്ല കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ട് രാധയെ അറിയാം. രാധ ഇല്ല എന്നാണല്ലോ പൊതുവിൽ, രാധ ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. രാധയില്ല, രാധ ആരുടെയോ സൃഷ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആരുടെയെങ്കിലും സൃഷ്ടിയല്ലേ? അല്ലേ? എല്ലാം ആരുടെയോ സൃഷ്ടിയാണ്. അപ്പോൾ രാധയില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം രാധ എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിൽക്കുന്ന ഹ്ലാദിനി എന്ന് പറയുന്ന ശക്തിയാണ്. നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്ന ഹ്ലാദിനി എന്ന ശക്തി, അല്ലെങ്കിൽ നമ്മളെ ആഹ്ലാദിപ്പിക്കാനോ നമ്മളെ വേണ്ടത് ചിന്തിപ്പിക്കാനോ പ്രേരിപ്പിക്കുന്ന ആ ശക്തിയാണ്. കൃഷ്ണൻ്റെ ഹ്ലാദിനി ശക്തിയാണ് രാധ. ആ രാധയില്ലാതെ കൃഷ്ണൻ ഇല്ല. അതിനൊരു ഉടൽ രൂപങ്ങൾ കൊടുക്കുകയും ആ ഉടൽ രൂപങ്ങൾക്ക് നമുക്കറിയുന്ന രീതിയിൽ കഥകൾ ഉണ്ടാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റിപ്പോകുന്നതെല്ലാം അല്ലേ. നമ്മൾ പലപ്പോഴും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ, വിവാഹം, പിന്നെ അവിഹിതം തുടങ്ങിയിട്ടുള്ള കഥകൾ കൊണ്ട് പുരാണങ്ങളെ നിറയ്ക്കുമ്പോഴാണ് അപ്പോഴാണ് ഇതെല്ലാം നമുക്ക് പ്രശ്നമായിട്ട് വരുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത പണികളാണ് ഇതെല്ലാം. ഈ പരമമായ സത്യത്തെ, ചൈതന്യത്തിനെ പറഞ്ഞു വന്നപ്പോൾ ഉണ്ടായി വന്ന ബാക്കി ഉപകഥകളാണ്. ബാക്കിയെല്ലാം പരമമായ കഥകൾ ഒന്നേ ഉണ്ടാവുള്ളൂ. ആ കഥകളിൽ എല്ലാം നമുക്ക് ലോജിക്കായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തലങ്ങളുണ്ടാവും. ഈ തലങ്ങളെ നമ്മൾ അന്വേഷിക്കാതെ ഈ കഥകളിൽ മാത്രം നമ്മൾ നിൽക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ലോല ജീവികളെന്ന് പറയും. ഭക്തിയിൽ പലരും ലോലമായിട്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ പലർക്കും ഇപ്പോൾ നമ്മൾ പലപ്പോഴും പലതും പറയുമ്പോൾ, ഇപ്പോൾ കൃഷ്ണനെക്കുറിച്ച് തന്നെ നമ്മൾ പറയുന്നത് കേൾക്കാൻ ചെവി അടച്ചു വെച്ചിരിക്കുകയാണ്. ചെവിയും കണ്ണും നമ്മൾ കുതിരയ്ക്ക് കടിഞ്ഞാണിടുന്ന പോലെ ഇട്ടിട്ടാണ് പലരും ഭക്തിയിൽ നിൽക്കുക. അതല്ല ഭക്തി. എല്ലാം തുറക്കുന്നതാണ്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും കൂടുതൽ കേൾക്കാനും കേൾക്കേണ്ടാത്തതിനെ കേൾക്കാതിരിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ശക്തിയോടുകൂടി ഇത് തുറക്കണം. ശക്തി കണ്ണുള്ളത് കാണാൻ മാത്രമാണോ? അല്ല, കാണാതിരിക്കാൻ കൂടിയിട്ടാണ് അല്ലേ? കാണാതിരിക്കണം. ചിലത് കാണേണ്ടത് കാണണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ണടച്ച് അകത്തേക്കും കാണണം അല്ലേ? ഇത് സാധിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഭക്തിയിൽ ഭയമുള്ളവരാകുന്നത്, അനാവശ്യമായി കഥകൾ ഉണ്ടാക്കുന്നത്, മറ്റുള്ളവരെ കുറ്റം പറയാൻ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്, വേറെ ആരെങ്കിലും കുറ്റം പറയണമെന്ന് നമുക്ക് തോന്നുന്നത് ഒക്കെ നമ്മൾ ഈ ഭക്തിയിൽ ഭയക്കുന്നുകൊണ്ടാണ്.
നമ്മളുടെ ഉള്ളിൽ എവിടെയോ നമ്മൾ ഭയക്കുന്നുണ്ട് ആരെയോ, എന്തിനെയോ, അല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചറിനെയോ എന്തിനെയോ ഭയക്കുന്നുണ്ട്. ഭയന്നാണ് എല്ലാവരും ജീവിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, വേദങ്ങളിൽ പറയുന്ന ഇന്ദ്രനും നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ഇന്ദ്രനെയും നോക്കുക. വേദങ്ങളിൽ പറയുന്ന ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവനാണ്. നമ്മൾ ഈ പറയുന്ന പോലെ കണ്ണുകൊണ്ട് കാണുകയും കാണേണ്ടത് കാണുകയും കാണേണ്ടാത്തത് കാണാതിരിക്കുകയും വേണ്ടാത്തപ്പോൾ കണ്ണുകളടച്ച് അകത്തേക്ക് കാണുക ഒക്കെ ചെയ്യുന്നതാണ് ഇന്ദ്രൻ ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. അതേസമയം പുരാണങ്ങളിൽ പറയുന്ന ഇന്ദ്രനെ നോക്കൂ, എപ്പോഴും ഭയമല്ലേ, ഓരോരോ പൊസിഷൻസ്, എപ്പോഴും പേടിച്ച് പേടിച്ച് പേടിച്ചു എൻ്റെ പൊസിഷൻ പോവോ എന്നുള്ള ഭയം. ഇതേ ഭയം ആളുന്നവരാണ് പലപ്പോഴും മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുക, മറ്റുള്ളവരെ കൊള്ളില്ല എന്ന് നമുക്ക് തോന്നണം. എങ്ങനെ നമുക്കത് തോന്നാൻ പറ്റും? നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസങ്ങളെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, ദർ ഇസ് നോ അതേഴ്സ്, ഓൺലി യു. നമ്മളാണിതിലെല്ലാം ഉള്ളത്. ഈ കാണുന്ന ജീവനുള്ളതിലും ജീവനില്ലാത്തതിലും ഒക്കെ നമ്മളുണ്ട്, ഇല്ലേ? പരബ്രഹ്മത്തിൽ നമ്മൾ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഒന്നിൽ നിന്നല്ലേ ഉണ്ടായി വന്നിരിക്കുന്നത്. അന്വേഷിച്ച് എന്നാൽ എല്ലാം ഒന്നാണ്. അതല്ലേ പരമമായ സത്യം. പരമമായ സത്യത്തെ നമ്മൾ പരബ്രഹ്മം എന്ന് വിശേഷിപ്പിക്കുന്നു. പരബ്രഹ്മത്തിന് രൂപമില്ല, ഒന്നുമില്ല, എന്നാൽ എല്ലാം അതിലുണ്ട്. അപ്പോൾ ഞാനും അതിൻ്റെ ഭാഗമാണ്. ഒന്നുകിൽ ഞാൻ അതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇതെല്ലാം എൻ്റെയും ഭാഗമാണ്. നമ്മൾ അറിഞ്ഞറിഞ്ഞ് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരു ഭയം തോന്നില്ല ജീവിതത്തിനോട്. ഈ ഭയം തോന്നുമ്പോഴാണ്, നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, മറ്റൊരാളെ ഭയപ്പെടുത്തുന്ന ആൾക്ക് ഉള്ളിൽ ഭയമുള്ളതുകൊണ്ടാണ് ഭയപ്പെടുത്തുന്നത്. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആചാര്യന്മാരും തന്നെ കേൾക്കുന്നവരെ, അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കുന്നവരെ, അല്ലെങ്കിൽ തൻ്റെ ശിഷ്യരെ ഭയപ്പെടുത്തിയാണ് ഒപ്പം നിർത്തുക. കാലാകാലങ്ങളായിട്ട് അങ്ങനെ ഭയപ്പെടുത്തിയിട്ടാണ് ഒപ്പം നിർത്തുന്നത്. അല്ലെങ്കിൽ നിനക്ക് ഇന്നതൊരു കടക്കാൻ, ഇന്നതിലേക്ക് പോകാൻ ഞാൻ വേണം, എന്നിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്ന് പറയുന്നവരെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ആ ഉള്ളിലൊരു ഭയമാണ്, തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്. തന്നിലൂടെ അല്ലാതെ മുന്നോട്ട് ആൾക്കാർക്ക് സഞ്ചാരം ഉണ്ടാവുമോ എന്നുള്ള ഭയമാണ് പലപ്പോഴും. ആ ഭയം എന്നിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചുറ്റുമുള്ളവരിലേക്കും ആ ഭയത്തെ കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ചുറ്റുമുള്ളവരും ഭയന്നുകൊണ്ടേയിരിക്കും. ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് നമ്മളുടെ കുറ്റപ്പെടുത്തലുകൾ, പരാതികൾ, മറ്റൊരാളെ വിമർശിക്കണം എന്ന തോന്നൽ, മറ്റൊരാൾ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള തോന്നലൊക്കെ നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഭയത്തിൽ നിന്നാണ്, അല്ലേ? അതാണ്, ആ ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഇത്തരം എക്സ്പീരിയൻസ് ചെയ്യണം. കൃഷ്ണനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നമുക്ക് കൃഷ്ണസംബന്ധിയായ ഒന്നിലും ഭയമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിൻഡ് ആകേണ്ടത് ആദ്യം ജപിക്കാനോ പഠിക്കാനോ പ്രാർത്ഥിക്കാനോ അല്ല, ഈ ഭയമില്ലാതെ ആക്കാനാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് അതാണ്. ഈശ്വരനെ ഭയക്കാതിരിക്കാൻ പഠിപ്പിക്കുക, ഈശ്വരനെ ഭയക്കാതിരിക്കാൻ. പക്ഷേ അതേസമയം എന്താണ് അതിലെ തത്വം, എന്താണ് നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിലും നമ്മൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാവണം, മറ്റൊരാൾക്കും ദ്രോഹം ചെയ്യാത്തതായിരിക്കണം ആ ആക്ടിവിറ്റി. ഇത് മാത്രം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെയും നമ്മുടെ കുട്ടികളെയും സ്പിരിച്വലാക്കാൻ പറ്റും. സ്പിരിച്വലാക്കുന്നത് അങ്ങനെയാണ്, നമ്മൾക്ക് ഗുണം ചെയ്യുന്ന കർമ്മം ചെയ്യുക, പക്ഷെ അത് വേറൊരാൾക്കും ദ്രോഹം ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. നമ്മളുടെ എക്സിസ്റ്റൻസ് മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാവുക, അത് ശരിക്കും മാതൃകയാക്കാൻ പറ്റുന്ന കൃഷ്ണനെയാണ്. അതെനിക്ക് തോന്നുന്നു ഏതൊരു യാത്രയിൽ അങ്ങ് ചേച്ചി പറഞ്ഞത്, നമ്മുടെ ഒപ്പമുള്ളതിൽ ആരോ ഒരാൾ കൃഷ്ണനാണ്, അല്ലേ? നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്, നമ്മൾ കാണുന്നതിൽ ഒരാൾ കൃഷ്ണനാണ്. സോ അത് ആരാണ് നമുക്ക് തിരിച്ച് എല്ലാവരോടും അതേ ഒരു സമീപനം എടുക്കുമ്പോൾ, അതെ. അവിടെ നമ്മൾ ഈ വൃന്ദാവനത്തിൽ ഭാണ്ഡീരവനം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ. അപ്പോൾ ഭാണ്ഡീരവനം എന്ന് പറയുന്നത് ഭഗവാന് പ്രിയപ്പെട്ട വനമാണ്. അപ്പോൾ ഭാണ്ഡീരവനത്തിലാണ് ഭഗവാൻ ഈ വനഭോജനമൊക്കെ നടത്തുന്നത്. എല്ലാവരുടെ കയ്യിൽ നിന്നും ഫുഡ് എടുക്കും, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു ഈ വനഭോജനം. അപ്പോൾ ഇന്നും ഭാണ്ഡീരവനത്തിൽ ഗ്രാമങ്ങളുണ്ട്, രസകരമായ ഗ്രാമങ്ങളുണ്ട്. അവിടേക്ക് ആര് ചെന്നാലും അവർ വിചാരിക്കുന്ന കൃഷ്ണനാണ് വരുന്നതെന്നാണ് വരുന്നതെന്നാണ് വിചാരിക്കുക. എന്നിട്ട് അവർ കൃഷ്ണൻ വരുന്നതായിട്ട് കരുതിക്കൊണ്ടാണ് വിഭവങ്ങൾ എന്തെങ്കിലും ഒരു മോരെങ്കിലും കുടിപ്പിച്ചിട്ട് അവരവിടെ നിന്ന് വിടുള്ളൂ. അത് കൃഷ്ണനാണ് വരുന്നത് എന്ന് വിചാരത്തിലാണ്. അല്ലെങ്കിൽ ബജറയുടെ റോട്ടി, ഓർമ്മയില്ലേ? പ്രീതി കൊണ്ടുവരുന്ന മഖനും ബജറയുടെ റോട്ടിയും അവര് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ വിചാരിക്കുന്ന വെച്ചാൽ കൃഷ്ണനാണ് വരുന്നതെന്നാണ്. ഈ ചെല്ലുന്ന ആൾക്കാരുണ്ടല്ലോ, അത് സ്വീകരിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? അത് കൃഷ്ണനാണ് തരുന്നതെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ആരോ ഒരാൾ കൃഷ്ണനാണ്, അത് ആരാണെന്ന് എങ്ങനെ അറിയും? ആരോ ഒരാൾ കൃഷ്ണനാണ്, അതാണ് സത്യം. നമ്മളിൽ ഒരാൾ കൃഷ്ണൻ. നമ്മൾ എണ്ണുമ്പോൾ ഒക്കെ ഒരു നമ്പർ കൂടുതൽ വന്നാൽ ഞാൻ പറയാം അതിൽ ഒരാൾ കൃഷ്ണനാണ്. അതെ, അത് ഇങ്ങനെയാണ്. നമ്മളിൽ നമ്മുടെ ഒപ്പമാണത് സഞ്ചരിക്കുന്നത്. നമുക്ക് മേലെയല്ല, നമുക്ക് താഴെയുമല്ല.
നമ്മളോടൊപ്പമാണ് സഞ്ചരിക്കുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ആ ഒപ്പം സഞ്ചരിക്കുന്ന ശക്തി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്ന ആ, ഊർജ്ജത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭയമില്ലാതെ നമുക്ക് ആ, കാര്യങ്ങളെ സമീപിക്കാൻ പറ്റും.